ചേട്ടാ, മയക്കുമരുന്ന് കഴിച്ചാൽ വരുന്ന ഡിപ്രഷനും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാകുന്നത്? മരുന്ന് കഴിച്ചാൽ ഇത് റെഡിയാകുമോ? അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിപ്രഷൻ, എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ. നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഡിപ്രഷനും ഡ്രഗ്സ് കാരണം ഉണ്ടാകുന്ന ഡിപ്രഷനും രണ്ട് രീതിയിലാണ് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത്. ചിലപ്പോൾ ലക്ഷണങ്ങൾ സമാനമായിട്ടൊക്കെ കണ്ടേക്കാം, പക്ഷെ അതിന്റെ റിക്കവറി ടൈം, അതിന്റെ സ്റ്റേജസ്, നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വീഡിയോയിൽ ഡ്രഗ്സ് കാരണം എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ യൂത്തിന് ഈ വീഡിയോ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 പേര് കാണുമ്പോൾ ഒരു 4-5 പേര് ഡ്രഗ്സ് എടുക്കുന്നതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇത് കൂടാതെ എന്തൊക്കെ ഹോർമോൺസ് ആണ് നമുക്ക് ഹാപ്പിനെസ് നൽകുന്നത്, ഇതെല്ലാം കൂടെ വളരെ വലിയ തോതിൽ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതിന്റെ ഒരുപാട് ഇരട്ടിയായിരിക്കും ഈ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന ഹാപ്പിനെസ് ഒരിക്കലും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഈ ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങ് സ്റ്റോർ ആവും. ഡ്രഗ് എടുക്കുന്നു, അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു എക്സ്ട്രീം ലെവല് ഹാപ്പിനെസ് ഉണ്ടാകുന്നു. ഇത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ ഒരാൾ ടയർഡ് ആയിരിക്കും. ടയർഡ് ആകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിന്റെ ഒരുപാട് ഇരട്ടിയാണ് ആ കെമിക്കൽസ് റിലീസ് അയക്കുന്നത് എന്ന് പറയുന്നത്. ഓവർലോഡിങ് എന്ന് പറയും. ഓവർലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റ് എടുക്കുന്നു, നമുക്കൊരു 50-60 കിലോ ആണ് എടുക്കാനായിട്ട് പറ്റുന്നത്. അതിന് പകരം നമ്മളൊരു 500 കിലോ പൊക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ പല ഭാഗത്തായിട്ട് ഡാമേജ് ഉണ്ടാകത്തില്ലേ? ചിലപ്പോൾ എല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാകാം, മസിൽസിന് ബ്രേക്ക് വരാം, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ അത് റിക്കവർ ആകാനായിട്ടുള്ള ടൈമും വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ നെർവുകളും കുറെയൊക്കെ ഡാമേജ് ആവും. ഈ ഒരു വലിയ ഹെവി പ്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേന് കുറെ ദിവസം ടയർഡ് ആയിട്ടിരിക്കും. ടയർഡ് ആയിട്ട് അതിൽ നിന്നൊക്കെ റിക്കവർ ആയി പതുക്കെ ഇവരുടെ ഇവരുടെ തലച്ചോറ് വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവൽ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ്. മറ്റു കാര്യങ്ങളിലൊന്നും അത് കിട്ടത്തില്ലല്ലോ. കാരണം ഇവർക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഡ്രഗ്. അപ്പൊ വീണ്ടും ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങും. ചിലപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഹാപ്പിനെസ് കിട്ടും. പക്ഷെ രണ്ടാമത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം ഉണ്ടായതിന്റെ അത്രയും വലിയ എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് അവിടെ ഉണ്ടാകുന്നില്ല. ഇവരെ ഡ്രഗിന്റെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നോക്കും. കൂട്ടിയെടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിരിക്കും. കൂടുതൽ തവണ ഇങ്ങനെ അളവ് കൂട്ടി പോയിക്കൊണ്ടിരിക്കും. ഇതിനനുസരിച്ചിട്ട് ഈ ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെർവുകൾ കൂടുതൽ നശിച്ചുകൊണ്ടേയിരിക്കും. ഡാമേജ് ആണ് ഓരോ തവണയും സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കുറെ നാൾ കഴിയുമ്പോഴത്തേന് ഇവർക്ക് ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആ കെമിക്കൽസ് റിലീസ് ചെയ്യുന്ന ഭാഗങ്ങൾ പതുക്കെ നശിച്ച് ഇല്ലാതാകുകയാണ്. പണ്ടൊരു സിനിമ കണ്ടിട്ട് സന്തോഷമായിട്ട് ചിരിക്കുന്നവരായിരിക്കാം, പിന്നീട് അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നവരായിരിക്കാം, ഇനി അത് പറ്റത്തില്ല. ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റാതെ അവർ മുന്നോട്ട് പോകും. നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയല്ലേ. ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞു. ഒരുപാട് മദ്യപിക്കുന്നവർക്ക് ലിവർ അടിച്ചു പോകും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതായി തീരുവാണ്. അതോടുകൂടി അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകും, കൺഫ്യൂസ്ഡ് ആകും, അവർക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും, നമുക്ക് നമ്മളെ തന്നെ വിട്ടുപോവുകയാണ്. ചിലപ്പോൾ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടും. ഒരാൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ മറ്റെന്തുണ്ടെങ്കിലും കാര്യമില്ല. നാച്ചുറൽ ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഇതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല അവരുടെ തലച്ചോറെന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ തീർച്ചയായിട്ടും അവരെ നമുക്ക് പഴയ അവസ്ഥയിലോ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ടോ കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. അവരുടെ സപ്രസ്ഡ് ഇമോഷൻസ് അത് മിക്സ് ആയി കിടക്കുകയാണ്. അതിനെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് ബ്രെയിൻ സെർച്ച് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ അവസ്ഥയിൽ എത്തിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ തന്നെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാലും ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കത്തില്ല അവരുടെ തലച്ചോറെന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുള്ള അവസ്ഥയിലൊന്നും ആയിരിക്കത്തില്ല. ചെറിയ ലെവലിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിലവിൽ എത്രയാണോ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നത് അതുമായിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ടേം ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഹാപ്പിനെസ് ആണ് എന്ന് വിശ്വസിപ്പിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരികയും കുറെ ദിവസം ഡ്രഗ് ഇല്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും ഒരു റിക്കവറിയുടെ ഓപ്ഷൻ ഉണ്ട്.
രണ്ടാമത് ചോദിച്ചേക്കുന്നത് മെഡിസിൻസ് എടുക്കുമ്പോൾ ഡിപ്രഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകുമോ എന്നുള്ളതാണ്. മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ഒന്ന് ടോട്ടലി കാം ആകും. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്. കുറച്ച് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള മരുന്നുകൾ നൽകാറുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സെൽഫ് റിക്കവറി സ്റ്റേജിലോട്ട് മൈൻഡ് പോകാറുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ സപ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ കിടക്കുമല്ലേ. അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനും ഓരോന്നായിട്ട് റിലീസ് ചെയ്യാനും വിധത്തിലുള്ള മെഡിസിൻസ് ഒന്നും ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഓരോന്നിനെ കൺട്രോൾഡ് ആയിട്ട് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുകയും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അതേപോലെ ഹാബിറ്റുകൾ ഇതൊക്കെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ ഈസി ആയിട്ട് പറ്റും. അഥവാ നിങ്ങൾക്ക് ഒരു വിഷമം വന്നാലും ഒരു ഡ്രോമ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാലും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിനെ എങ്ങനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിക്കാനും പറ്റും.